നമുക്കൊരു കുഞ്ഞൻ ജേർണലിങ് ചെയ്താലോ? അപ്പോൾ ഒരു ലവ് തീമിലാണ് കേട്ടോ ഞാൻ ഈ ജേർണലിങ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് കളർ പേപ്പേഴ്സ് വെച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചും അടിപൊളി ജേർണലിങ് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് കളർ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വന്നോളൂ. ഞാനിപ്പോൾ ചെയ്യുന്നത് ലവ് തീമാണ്. നിങ്ങൾക്ക് ഏത് തീം വേണോ ചെയ്യാവേ. അപ്പോൾ ഏതെങ്കിലും തീമിൽ ജേർണലിങ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ഹാർട്ടൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗീവ് അവേ വീഡിയോ കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളൂ, ഒരു ലൈക്കും കമൻറ്റ് തന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ ആദ്യത്തെ ഗിഫ്റ്റ്സിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും ഒന്ന് കയറി കണ്ട് കമൻറ്റ് ലൈക്കും ചെയ്തോളൂ. അപ്പോൾ വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്സൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതിനുശേഷം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്ത് ഒട്ടിക്കുന്നുണ്ട്. ആ സ്റ്റിക്കേഴ്സ് മാത്രമാണ് പുറത്തുനിന്ന് എടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ്. അതിനുശേഷം കുറച്ച് ഹാർട്ട്സ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലവർ ഞാനൊരു വാഷി ടേപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാവേ. അതിനുശേഷം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഐ ലവ് യു എന്നൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ നെയിം എഴുതി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാവേ. ഞാനിവിടെ ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡിസൈൻസ് കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്ന ഒരു ഹാർട്ട് ഞാൻ മാറ്റി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റ് തന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.